സൊമാലിയൻ കടൽക്കൊള്ളക്കാർ പിടിച്ചെടുത്ത ഇറാനിയൻ ബോട്ട് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇറാനിയൻ ബോട്ടായ അൽ ക്യാമ്പറാണ് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചത്. ബോട്ടിലുണ്ടായിരുന്ന 23 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതരാക്കി. 12 മണിക്കൂർ നീണ്ട ഒരു വലിയ പോരാട്ടത്തിനൊടുവിലാണ് നാവികസേന വിജയം കണ്ടത് എന്നാണ് പറയുന്നത്. ജിബിൻ കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഇപ്പോൾ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഗുഡ് മോർണിംഗ് ജിബിൻ. ഗുഡ് മോർണിംഗ് കാവ്യ. ഈ 12 മണിക്കൂർ ദൈർഘ്യമുള്ള വലിയൊരു മിഷനാണ് ഇന്ത്യൻ നാവികസേന ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ആകെ 22 തൊഴിലാളികളായിരുന്നു ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു ഈ ഒരു പോരാട്ടത്തിന്റെ ചിത്രം പൊതുവിൽ? കാവ്യ, ഇറാനിയൻ ബോട്ടായിരുന്ന ഈ അൽ കാമ്പർ എന്ന ബോട്ടാണ് ഇത്തരത്തിൽ ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ഈ ഒരു പിടിയിൽ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം വലിയ തോതിൽ ഈ ഒരു ബോട്ട് ഇത്തരത്തിൽ ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ഇടയിൽ നിന്നും ഈ ഒരു ബോട്ടിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടന്നു വരികയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യൻ നാവികസേന രംഗത്ത് വരികയും അവർ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്നതിനുള്ള കാര്യങ്ങൾ നീക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഈ പുലർച്ചയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഇറാനിയൻ ബോട്ട് ഇത്തരത്തിൽ ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ഇടയിൽ നിന്നും മോചിപ്പിച്ചെടുക്കുന്ന ദൗത്യം പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏകദേശം 23ഓളം മത്സ്യത്തൊഴിലാളികളാണ് ഈ ഒരു ബോട്ടിലുണ്ടായിരുന്നത്. അതിൽ തന്നെ ഈ പാകിസ്ഥാൻ സ്വദേശികളായ ആളുകളാണ് ഈ ഒരു ബോട്ടിലുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യം ഇന്ത്യൻ നാവികസേന തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏകദേശം 12 മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ ഈ ഒരു വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നാവികസേന വ്യക്തമാക്കുന്നത്. അങ്ങനെ വലിയൊരു ദൗത്യം ഇന്ത്യൻ നാവികസേന ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ നാളുകളിലും ഇത്തരത്തിൽ കടൽക്കൊള്ളക്കാരുടെ ഇടയിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിൽ ആളുകളെയും അതോടൊപ്പം തന്നെ കപ്പലുകളെയും ഒക്കെ തന്നെ മോചിപ്പിച്ച ചരിത്രം ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു ദൗത്യം തന്നെയായിരുന്നു ഈ ഒരു നിമിഷവും നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഈ ഒരു ബോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 2 നാവികസേന പടക്കപ്പലുകളാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ എത്തിയത്. ഇത്തരത്തിൽ ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ഇടയിൽ നിന്നും ഈ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 നാവികസേന കപ്പലുകളാണ് ഇത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ എത്തിയത്. അതിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ഇത്തരത്തിൽ ഈ ഒരു കടൽക്കൊള്ളക്കാരുടെ ഇടയിൽ നിന്നും ഇത്തരത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഏകദേശം 12 മണിക്കൂറോളം നീണ്ട ഒരു പോരാട്ടത്തിനൊടുവിൽ അവരെ രക്ഷിച്ചെടുക്കുന്നതിലൂടെ ഇന്ത്യൻ നാവികസേന ലോകത്ത് തന്നെ ഒരു അഭിമാനമായി തന്നെ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും നിലവിൽ ഈ മത്സ്യത്തൊഴിലാളികളെല്ലാവരും തന്നെ സുരക്ഷിതരാണ്. ഈ 23 മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരാണ് എന്നുള്ളൊരു കാര്യം തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കിയിട്ടുണ്ട്. കാവ്യ. ജിബിൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 12 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു വ്യാപ്തി അത് അത്രത്തോളം വലുതാണ്. പൂർണ്ണമായും 12 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഒരു മിഷനിൽ? ഈ ഒരു 22 അല്ലെങ്കിൽ 23 മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കൂടുതലൊരു ദൗത്യം ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു? കാവ്യ, ഈ ഒരു വിഷയത്തിൽ കൃത്യമായും തന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരം പുറത്തു വന്നതിന് ശേഷമാണ് ഇന്ത്യൻ നാവികസേന ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയും അങ്ങനെ ഇത്തരത്തിൽ ഈ ദൗത്യത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ തങ്ങൾ സഹായിക്കാം, ഇത്തരത്തിൽ ഈ ഇറാനിയൻ ബോട്ടിനെ ഇത്തരത്തിൽ ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ഇടയിൽ നിന്നും മോചിപ്പിച്ചെടുക്കാനുള്ള ദൗത്യം തങ്ങൾ നടത്താമെന്നുള്ള ഒരു കാര്യവുമായി കൊണ്ട് ഇന്ത്യൻ നാവികസേന തന്നെ മുന്നോട്ട്
നടത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഈ ഒരു ഉൾക്കടലിനുള്ളിലെ ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് തീർച്ചയായും തന്നെ വലിയ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു. കാരണം വലിയ പ്രയാസങ്ങൾ ഇതിനുണ്ട് എന്നുള്ളത് തന്നെ നമുക്കറിയാൻ സാധിക്കും. കാരണം ഇത്തരത്തിൽ ഈ ഒരു ഉൾക്കടലിൽ ഒരു ദൗത്യം നടത്തുക എന്നുള്ളത് അത് കൃത്യമായും തന്നെ അവിടുത്തെ സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ബോട്ടിൽ കടന്നു കയറി ഇത്തരത്തിൽ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതും വലിയൊരു പ്രയാസമേറിയ ഒരു ദൗത്യം തന്നെയാണ്. കാരണം അത്തരത്തിൽ ഈ സൊമാലിയൻ കടൽ കൊള്ളക്കാർ ആ ഒരു തരത്തിൽ ഈ ഉൾക്കടലിലൂടെ ഇത്തരത്തിൽ ഇവരെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ അത് കൃത്യമായും തന്നെ ആ ബോട്ട് കണ്ടെത്തുക എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യം. അതിനുശേഷം അതിൽ നിന്നും ഈ ആളുകളെ മോചിപ്പിച്ചെടുക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയൊരു ദൗത്യം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു 12 മണിക്കൂറോളം നീണ്ടു നിന്ന ഈ ഒരു പോരാട്ടം അത് കൃത്യമായും തന്നെ നാവികസേനയുടെ ശേഷിയും നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ ശേഷിയും കഴിവും കൃത്യമായും തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഈ ഒരു ദൗത്യം വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം. അങ്ങനെ കൃത്യമായും തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായും തന്നെ ഇന്ത്യൻ നാവികസേന ഇടപെടലുകൾ നടത്തുകയും അതിൽ ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനുള്ള അവസാന മാർഗവും ഏത് വിധേനയും അവരെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു നിലയിൽ ആ ഒരു പോരാട്ടത്തിലേക്ക് കടക്കുകയും ഒക്കെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഏതായാലും നിലവിൽ ഈ പാകിസ്ഥാൻ സ്വദേശികളാണ് ഈ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം ഇന്ത്യൻ നാവികസേന സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ അവരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതൊരു വിജയമായി ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാവ്യ.